ഞാൻ അഭിലാഷിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ കെ എം അഭിജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ശിരൂരിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ജീർണിച്ച നിലയിലാണ്. അതുകൊണ്ട് അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ആ കുടുംബത്തിന് നമ്മൾ കൊടുത്ത ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അത് അർജുന്റെ ശരീരമാണോ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ വെക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ല, മാധ്യമങ്ങളിലൂടെ വാർത്ത അറിഞ്ഞ സമയം തന്നെ അവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് ഒരു മൃതദേഹം ലഭിച്ചു. അത് ആ ഒരു പുരുഷന്റേതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇപ്പൊ സംഭവ സ്ഥലത്തേക്ക് പോലീസ് അടങ്ങുന്ന അധികാരികളൊക്കെ പോയിട്ടുണ്ട്. മറ്റ് ടെസ്റ്റുകളും കാര്യങ്ങൾക്കൊക്കെ ശേഷം നമുക്കൊരു നിഗമനത്തിലോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട അർജുൻ ആകട്ടെ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ആ കുടുംബത്തിന്റെ കണ്ണീര് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ രണ്ട് കർണാടക സ്വദേശികളും അർജുന്റെ കൂടെ തന്നെ കാണാതായിട്ടുണ്ട്. അപ്പം ഈ അപകടം, പ്രത്യേകിച്ച് ഗംഗാവലിപ്പുഴ, നമ്മുടെ ഈ സംഭവം നടന്ന ശിരൂരിൽ നിന്ന് ഏറെ അകലെയല്ല കടലുള്ളത്. 10 കിലോമീറ്ററിനപ്പുറത്ത് ഗംഗാവലി എത്തിച്ചേരുന്നത് കടലിലേക്കാണ്. അപ്പൊ ആ കടലിൽ നിന്നാകാം, അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് ഉള്ള ആളായിരിക്കാം അവിടെ എന്ന് മത്സ്യത്തൊഴിലാളികളടക്കം സൂചിപ്പിക്കാനും കാര്യം അതാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ എന്തായാലും മറ്റു ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഒരു നിഗമനത്തിൽ നമുക്കൊക്കെ പറയാൻ സാധിക്കും. നമുക്ക് കുറച്ച് അല്പം കൂടി കാത്തിരിക്കാം. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു കുടുംബത്തിന്റെ കൂടെ തന്നെ മലയാളികളായ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് അർജുന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ചെറുപ്പക്കാരൻ ജീവനോടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത്തരം ഒരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഏതു വിധേനയും അർജുൻ തിരിച്ചെത്തട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ കാത്തിരുന്നത്. അതിനിടയിൽ നമുക്കറിയാം, വയനാട്ടിലടക്കം സംഭവിച്ച വലിയ ദുരന്തം. കഴിഞ്ഞ 8 ദിവസമായി ഇനിയും 200-ൽ പരം മനുഷ്യർ മണ്ണിനടിയിലാണ്. അത്തരം സന്ദർഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മളുടെ മുൻപിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇപ്പോഴും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നത്. അർജുൻ ആകട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട തന്നെ ഈ പുരുഷനാണ് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് അല്ലെ? പുരുഷന്റെ മൃതദേഹമാണ് എന്നുള്ളത് ഇങ്ങനെ ഒരു നമ്മൾ വിളിച്ചു ബന്ധപ്പെട്ട സമയത്ത് അവിടെ നിന്നും അറിയാൻ സാധിച്ചത് പുരുഷന്റെ ഒരു ശരീരമാണ് ലഭിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് നമുക്കറിയാലോ, സ്വാഭാവികമായിട്ട് ഇനി മറ്റ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിലേക്ക് അധികാരികൾ എത്തൂ. അതിന്റെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്, അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. അവർ പറയുന്നത് വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കുറച്ചുകൂടി കാത്തുനിന്നേ മതിയാകും. നമ്മളൊക്കെ ഇത്രയും നാൾ അർജുന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു, കാത്തിരിപ്പിലായിരുന്നു. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി നമ്മൾ ഇത് എന്താണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്, ആരെയാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നേ മതിയാകും. തീർച്ചയായും. കെ എം അഭിജിത്താണ് നമ്മളോട് സംസാരിച്ചത്. അഭിജിത്ത് അടക്കം ഷിരൂരിൽ ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അഭിജിത്ത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അഭിജിത്തിനും കോള് വന്നിരുന്നു, ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. കെ വി ബൈജു ചേരുന്നു.